आओ बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है। क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा। वहां तो मुदलियार का राज है। तू उस बात की फिक्र मत कर अब्बास। मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है तो उधर अन्ना नहीं तू राज करेगा। अब्बास अब भी वक्त है। कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है। सलाम मुदलियार साहब। என்ன பாஸ் நீ காலையில வாக்கிங் கிளம்பிட்டியா? मुदलियार के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। ഹരി തന്നെ വിളിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या? നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. चल। आओ। क्या हुआ सर? चोर है साला। और कुछ नहीं सर, बस इतने है। चल। അയ്യോ നമ്മുടെ റേഡിയോ. മിണ്ടരുത്. നൈറ്റ് ഡ്യൂട്ടി എന്നും പറഞ്ഞ് അവന് മോഷണമായിരുന്നു പണി അല്ലേ? ഒരുത്തരും വിശ്വസിക്കാൻ വയ്യ. നിനക്ക് ശരിക്കും ടാക്സി തന്നെ പണി? ജോലിയും കൂലി ഇല്ലാത്തവനാ മോഷണത്തിന് ഇറങ്ങുന്നത്. ഞാൻ ആ പന്ന തള്ളക്ക് രണ്ട് കൊടുത്തിട്ട് വരട്ടെ. മലയാളിയാണ് അല്ലേ? എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണൻ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി. പിന്നെ കുറച്ച് കിന്നാരം പറയണം. അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടായി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ. പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താൽ നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവിൽ എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലേ ചേച്ചി? ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല.
എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി. ഞാനിവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് എന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടംന്ന് വെച്ചാ, നീ കൊള്ളാം, ബെസ്റ്റ് ചരക്ക. കൊള്ളാന്ന് എന്തിനേയും ഞങ്ങളുടെ നാട്ടില് നല്ല ചരക്കെന്ന് പറയും. നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും, ഡി ചരക്ക് ഡി. ഹിന്ദിയിൽ മാట్లాടലേ? ദാരു പീനേക്കെ ബാദ് മുझे ഹിന്ദി നഹി ആതാ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദി വരൂല. ഹിന്ദിയില് അച്ഛ മാൽ. ഞങ്ങളുടെ നാട്ടില് പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത. മനുഷ്യര് മനസ്സിലാകുന്ന ഭാഷയെ പല കൊച്ച്. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ. നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ ഉമ്മ ഉമ്മ. നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടുചുംബനം ഉമ്മ. അതാ അലക്കണ്ട. ഉമ്മ ഉമ്മ. ചുമ്മാ ചുമ്മാ ദീദി ഉമ്മ ഉമ്മ താത്ത ഉമ്മ. ഓ മുദ്ദിലി വാല. മുതല വാല. ഉമ്മ. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുണ്ടിട്ട് കാണിക്കുന്നത്. ഇഷ്ടമാണോ നിനക്ക് എന്നെ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് നിനക്ക്? 15 ഞാൻ തരും. 15 പൈസ. जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा. छोटा. ഇനിമേലിൽ ഇവിടെ വരുന്ന വരുമാനത്തിന്റെ പാതി ദിവസവും അബ്ബാസിയുടെ വീട്ടിലെത്തിച്ചിരിക്കണം. പിന്നെ ഇവിടെ നൃത്തക്കാരുണ്ടല്ലോ, എവിടെ? പുറത്തു പോയിരിക്കുക. ഗണപതി പൂജ ദിവസം അവൾ അബ്ബാസിയുടെ വീട്ടിലേക്ക് അയക്കണം. अगर कोई गलती हुई तो तू नहीं बचेगी. ये आखिरी मौका दे रहा हूं. എന്താ ഒന്നും മിണ്ടാത്തത്? ആകെ ഡിപ്രസ്ഡ് ആണല്ലോ. മടുത്തു. ഒരു ജോലിയും കിട്ടുന്നില്ല. 50,000 രൂപയാണ് അത്രേ ഒരു ജോലി തരാൻ. അത്രയും കാശ് കയ്യിലുണ്ടെങ്കിൽ ആർക്കാ ജോലിയുടെ ആവശ്യം? നിന്റെന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചു തരാൻ നിവൃത്തിയില്ല. സാരില്ല, വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആവുമ്പോ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം. നടക്കുന്ന കാര്യം പോലും പറ. ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നതെന്നറിയോ? പക്ഷേ വലിയ ആളാവുമ്പോ ഈ പാവപ്പെട്ട ചായക്കടക്കാരും മറന്നു കളയരുത്. ശേഖർ, അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്ത് വന്നാലും അരിയണനായിരുന്നു ഒരു ധൈര്യം. അബ്ബാസ് അലിയുടെ ഓർഡറാണ്. ഇവിടുന്ന് പോകാതിരുന്നാല് അവന്റെ ആൾക്കാർ ഇവിടെ വന്ന് എന്നെ അടിച്ചിറക്കും. എനിക്ക് മാത്രമാവില്ല ഉപദ്രവം. എനിക്കാരെയും പേടിയൊന്നുമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് വല്ലവന്റെയും തല്ലുകൊണ്ട് ചാവുന്നതാ. നിന്റെ കാര്യം മാത്രമല്ല, പാവം സർദാർജിയും ശേഖറും എല്ലാവർക്കും ശല്യമാവും. ഇത്രയും കാലം ഇവിടെ ഉള്ളവർ എന്നോട് കാണിച്ച സ്നേഹം മാത്രമാണ്
ഞാൻ സമ്പാദിച്ച മുതൽ. അതെങ്കിലും ബാക്കി ഇവിടെ ഇരിക്കട്ടെ, അതാ ഞാൻ പോവാന്ന് വെച്ചത്. ഇവൻ ഇതുവരെ എണീറ്റില്ലേ? ഓ, ഉണർന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഞാൻ പോവാണ്. ഞാൻ പോവാണെന്ന്. എന്ത് പറ്റി ശേഖരന്? കുഴപ്പമൊന്നുമില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നാളെ കാണാൻ ഒക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവനിത് ചെയ്യാൻ? മടുത്ത് കാണും. എല്ലാം സഹിക്കുന്നതിന് ഒരു അതിരല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ കാണുന്നതാ, ബോംബെയുടെ ഏത് മുക്കിനും മൂലയിലും ഉണ്ട് റൗഡി. അവന്മാർക്ക് റാമോളി ജീവിക്കാനാ ഇവിടെ ഉള്ളവരുടെ വിധി. അബ്ബാസ് അലി അല്ലെങ്കിൽ അവനെ പോലെ വേറൊരു തൊട്ടി. ഇതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാലേ ബോംബെ മുഴുവൻ കിടന്ന് ഓടാനേ സമയം കാണും. വാചം അടിക്കാൻ എല്ലാവരും ഉണ്ട്. ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനെക്കാട്ടിലും അന്തസ്സുണ്ട്. നീയൊക്കെ എൻ്റെ കൂടെ നിൽക്കാം. ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം. ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം. എന്ത് പണി? ചുരുങ്ങിയ ചെലവിൽ 10 കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ചാരായം മാറ്റാനോ? അല്ല, കുടിക്കാൻ. സാധനം ഉണ്ടാക്കി തന്നാ മതി, കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതിന് ഞാൻ ഏറ്റു. പോലീസ് പിടിച്ചാലോ? അബ്ബാസ് അലിയും പോലീസും ശാപ്പാടും എല്ലാം കൂടെ നടക്കില്ല. റെഡി ആണെങ്കിൽ പറ, തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം. ഏയ്, അത് വേണ്ട. വല്ല കള്ളക്കടത്തും. എന്തോന്ന് എടുത്തു വെച്ച് കടത്തും? കള്ളക്കടത്തും. നീ പറഞ്ഞ തന്നെ മതി. ചാരായെങ്കിൽ ചാരായം. ഒരു ജോലിയില്ലാതെ ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു ഭാരമായി ജീവിക്കാൻ വയ്യ. വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടമാണ്. പാവം എൻ്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ. മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറുവോടോ? ഗോവിന്ദൻകുട്ടി തന്നോട് വഴക്കിടുന്നതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്. ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും. ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണി ചെയ്യേണ്ടി വരും.